The number you're trying to reach is switched off. സർസു മീരെങ്ങാനും വിളിച്ചായിരുന്നോ? ഞാൻ ഒരുപാട് നേരം ട്രൈ ചെയ്യുന്നേ, പുള്ളി സ്വിച്ച് ഓഫിലാ. നമ്മുടെ വീട്ടിലെ താരക്കെന്ന് പറഞ്ഞൊരു ചെറുക്കനുണ്ടായിരുന്നു. പ്രേമവും കല്യാണവും ഒന്നും വേണ്ടെന്ന് എന്നോട് പറഞ്ഞു. അവനിപ്പൊ കാണാനും കിട്ടുന്നില്ല. മോനെങ്ങനെ അവനെ കണ്ടായിരുന്നോടാ? സരസമ്മ വെറുതെടാ. ഒന്നും കഴിക്കണ്ടേ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഓക്കെ. I'm not here to take the call, so please leave a message. Have you people seen Meera? Meera? Meera has not come here. Hi, Tarak. Ade, Tarak. Tarak, listen to me. Tarak, listen to me. Tarak, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത്രയും ദിവസമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനായില്ലേടാ? കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ട് അവൾക്ക്. ഒരാളോടെ കാത്തിരിക്കുന്നുണ്ട്, അയാളോട് പറയണമെന്നുള്ള ബോധം വല്ലതുണ്ട് അവൾക്ക്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇപ്പൊ വന്നത്. എന്നാ വെഡിങ് കാർഡ്. അയ്യോ, എന്തിനാണ് അവളെ അടിച്ചത്? എന്തിനെന്നെ അടിച്ച്? ഇത്ര നാള് സ്നേഹമാണ് പ്രേമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് ഇപ്പൊ വെഡിങ് കാർഡും കൊണ്ടുവന്നിട്ട് ആളെ കളിയാക്കുന്നോ? ആരുടേതെന്ന് കണ്ടായിരുന്നോ നീ? ഇത് നിന്റെ അല്ലല്ലോ. എല്ലാത്തിനും ദേഷ്യം, മുൻകോപം. നോക്ക്, ഞാൻ അല്ലെങ്കിൽ തന്നെ വല്ലാത്ത കൺഫ്യൂഷനില്ല. പ്ലീസ്, ഇതെന്താണെന്ന് പറ. ഓക്കെ, ഞാൻ നിന്നോടിപ്പോ ഒരു ചെറിയ കഥ പറയാം. എൻ്റെ അച്ഛൻ ഡോക്ടർ ചന്ദ്രമോഹൻ, നിനക്കറിയാമല്ലേ? അമ്മ ലക്ഷ്മി. വേറെ വേറെ ജാതി, പക്ഷെ രണ്ടുപേരും ഒന്നാ. പ്രേമിച്ച് കല്യാണം കഴിച്ചു. പ്രേമിച്ചവർക്കും പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു നല്ല മാതൃകയായിരുന്നു അവർ രണ്ടുപേരും. താജ്മഹൽ പോലെ തന്നെ വേറൊരെണ്ണം പണിയുന്ന ഞാൻ വിചാരിച്ച്. പക്ഷെ 6 മാസത്തിന് മുന്നേ എൻ്റെ അമ്മ ക്യാൻസർ വന്ന് മരിച്ചുപോയി. എൻ്റെ അമ്മയില്ലാതെ എൻ്റെ അച്ഛൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എൻ്റെ അച്ഛനാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുൻപ് എന്നോട്, ഐ എം ഫീലിംഗ് ലോൺലി, നീയും താരക്കിനെ കല്യാണം കഴിച്ച് അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും, അതുകൊണ്ട് നിന്റെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ട് ശാരദ, അവരും വിധവ തന്നെയല്ലേ, നിനക്കറിയാവുന്നതല്ലേ, അവളെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴാ ഔട്ട് ഓഫ് സൈറ്റ് ഇസ് ഔട്ട് ഓഫ് മൈൻഡിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. കൺമുന്നേ ഇല്ലാത്തവരെ മറക്കാൻ വളരെ എളുപ്പമാണല്ലേ. പ്രേമിച്ച് കല്യാണം കഴിച്ച് 25 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു പുതിയ ബന്ധം വന്നപ്പോ പെട്ടെന്ന് സ്വീകരിച്ചു. മറക്കാൻ എന്ത് എളുപ്പമെന്ന് കണ്ടില്ലേ താരക്? എല്ലാവരും നിന്റെ അച്ഛനെ പോലെ ആയിരിക്കില്ലേ മീര? എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് കാണുന്നു, എന്തൊക്കെയാണോ അനുഭവിക്കുന്നത്, അതാണ് വാസ്തവം. സ്റ്റോപ്പ് മീര, നീ ഇപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നത്? അവസാനം വരെ നിന്നെ ഞാൻ പ്രേമിക്കുമെന്നും അവസാനം വരെ നിന്റെ കൂടെ ഉണ്ടാവുന്നൊക്കെ പറയുന്നതല്ല നുണയാ. അന്നൊരു ദിവസം നീ മനസ്സിനെ കുറിച്ചും ഹാർട്ടിനെ കുറിച്ചും ഫീലിങ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അന്ന് അതായിരുന്നു ശരി. ഇപ്പൊ എന്ത് നടക്കുന്നു ഇതാ ശരി. ഈ പ്രേമവും വിശ്വാസത്തിലൊക്കെ എന്ത് ഗ്യാരണ്ടിയാ ഉള്ളെ? ഇതൊക്കെ നിഴല് പോലെയാ, കിട്ടിയ ഭാഗ്യം. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ. ഇനി ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല. ഞാൻ വരട്ടെ, ബൈ. നീ എന്താ കളിക്കാ? മീര, ഞാൻ നിന്നോട് എങ്ങനെ പറഞ്ഞാ മനസ്സിലാക്കണ്ടേ? ആവശ്യമില്ല. എന്റെ അച്ഛനെ പോലെ നീയും ചെയ്യില്ലെന്ന് എന്താ ഗ്യാരണ്ടി? ഇറ്റ്സ് ഇംപോസിബിൾ മീര. യു ക്യാൻ. സസമ്മ, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് നമുക്കുള്ളതാണ്. ഇതിലത് ആരും തലയിടണ്ട. ഞാൻ എടുക്കുന്ന തീരുമാനത്തെ കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം. ഞാനൊന്ന് തീരുമാനിച്ചാൽ അതിൽ മാറ്റമില്ല, എല്ലാം കഴിഞ്ഞു. ശരി, നിനക്ക് എന്റെ പ്രണയം സത്യമാണെന്ന് വിശ്വസിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. കുറച്ച് ദിവസം നീ എന്നെ കാണാൻ വരരുത്. എത്ര ദിവസം? 10 ദിവസമോ 20 ദിവസമോ 30 ദിവസമോ? 60 ദിവസം. ജസ്റ്റ് 60 days. എന്നെ കാണാൻ വരാൻ പാടില്ല. നിന്റെ മൊബൈൽ തന്നെ. എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യവും നിന്റെ കൈവശം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് ആരോടും പറയരുത്. എന്നെ തൊട്ട് സത്യം ചെയ്. എന്തിന്? ഇനി ഇതുപോലത്തെ അവസ്ഥ വേറെ ഒരു പെണ്ണിനും ഉണ്ടാവാൻ പാടില്ല. ഇതിലുള്ളതല്ലേ നിനക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ? ഇവിടെയുള്ളത് അതാണ് ചാലഞ്ച്. ഈ 60 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ മനസ്സിൽ ഞാൻ തന്നെ ഉണ്ടെങ്കിൽ
നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷെ അത് നടക്കില്ല, എനിക്കറിയാം. അതെന്തേ? നിനക്ക് ആരെ വേണമെങ്കിലും മറക്കാൻ കഴിയും താരക്. നിന്നെ ജീവന് തുല്യം കരുതിയിരിക്കുന്ന നിന്റെ മുത്തശ്ശനെ വിട്ട് ഈ 22 വർഷം നീ ജീവിച്ചില്ലേ? പിന്നെയാണ് 1 മാസത്തിന് മുന്നേ കണ്ട എന്നെ മറക്കാൻ നിനക്ക് പ്രയാസം. വെരി ഫണ്ണി. നിനക്ക് ആരെ വേണമെങ്കിലും മറക്കാൻ കഴിയും താരക്. നിന്നെ ജീവന് തുല്യം കരുതിയിരിക്കുന്ന നിന്റെ മുത്തശ്ശനെ വിട്ട് ഈ 22 വർഷം നീ ജീവിച്ചില്ലേ? പിന്നെയാണ് 1 മാസത്തിന് മുന്നേ കണ്ട എന്നെ മറക്കാൻ നിനക്ക് പ്രയാസം. വെരി ഫണ്ണി. ഹലോ മുത്തശ്ശ, ഞാനാണ്. മനസ്സിലായടാ മോനെ. എന്തായാലും നീ ഇങ്ങോട്ട് വിളിച്ചല്ലോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ മോനെ കാര്യം? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഹേ ഇല്ല മുത്തശ്ശ. അത് പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നുണ്ട്. എന്താ വരുന്നുണ്ടെന്നോ? ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? സത്യമാണോ? താരക മോൻ വരുന്നുണ്ട്. ഈശ്വരാ, ഈശ്വരാ.